ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 18, പേജ് നമ്പർ 553. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയഃ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ മൃതം. പദാനുപദം. ജനാർദ്ദന, ഹേ ജനാർദ്ദന, ആത്മനഃ അങ്ങയുടെ, യോഗം യോഗശക്തിയെയും, വിഭൂതിം ച വിഭൂതിയെയും, ഐശ്വര്യത്തെയും, വിസ്തരേണ വിസ്തരിച്ച്, ഭൂയഃ വീണ്ടും, കഥയ വിവരിച്ചാലും, ഹി തീർച്ചയായും, അമൃതം അമൃതത്തെ, ശൃണ്വതഃ ശ്രവിക്കുന്ന, മേ എനിക്ക്, തൃപ്തി തൃപ്തി, ന അസ്തി ഭവിക്കുന്നില്ല, വിവർത്തനം. അങ്ങയെപ്പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കുന്തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെപ്പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെപ്പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. ഭാവാർത്ഥം. നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദികളായ ഋഷികൾ സൂത ഗോസ്വാമിയോട് ഇതേ വിധത്തിൽ തന്നെ പറയുന്നുണ്ട്. ഭാഗവതം 1:19. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യജൃണ്വതാം രസജ്ഞാനാം സ്വാദുസ്വാദുപദേ പദേ. വിശിഷ്ട സ്തോത്രങ്ങളാൽ വാഴ്ത്തപ്പെടുന്ന കൃഷ്ണന്റെ ദിവ്യലീലകളെ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാലും ആർക്കും മതിവരില്ല. കൃഷ്ണനുമായി ദിവ്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ ലീലകളുടെ വിവരണത്തെ ഓരോ കാൽവയ്പിലും ആസ്വദിക്കാൻ കഴിയും. അർജുനൻ പരമപ്രഭുവായ കൃഷ്ണനെ പറ്റി വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ വിശ്വവ്യാപ്തമായ രൂപത്തെപ്പറ്റി അറിയാൻ ഉത്സുകനാണ്. കൃഷ്ണനെ കുറിച്ചുള്ള വിവരണമെന്തും അമൃതോപമം തന്നെ. പ്രായോഗിക പരിശീലനം കൊണ്ട് സാധിക്കാവുന്നതാണ് ഈ അമൃതാസ്വാദനം. ആധുനിക കഥകൾക്കും നോവലുകൾക്കും ചരിത്രങ്ങൾക്കും അതീന്ദ്രിയങ്ങളായ ഭഗവത് ലീലകളെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി വലിയ വ്യത്യാസമുണ്ട്. ഭൗതിക കഥാശ്രവണം കാലക്രമേണ മടുപ്പുണ്ടാക്കുമെന്നിരിക്കെ
കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുന്നവർക്ക് ഒരിക്കലും മതിവരുന്നില്ല. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ എമ്പാടും ഭഗവദവതാര കഥകൾക്ക് പ്രാധാന്യം കൊടുത്ത് കാണുന്നത്. ഭഗവാന്റെ വിവിധാവതാര കാലങ്ങളിൽ ചെയ്യപ്പെട്ട ലീലകളുടെ ചരിത്രങ്ങളാണ് പുരാണങ്ങൾ. പലവുരു വായിച്ചാലും അവയ്ക്ക് പുതുമ നഷ്ടപ്പെടാറില്ല. ഹരേ കൃഷ്ണ.